റെവലേഷൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും പിന്നെ സിംഹാസനത്തിന് ചുറ്റുമുള്ള 4 ജീവികളെക്കുറിച്ചും 24 മൂപ്പന്മാരെക്കുറിച്ചും. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 5-ാം അധ്യായത്തിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. 5-ാം അധ്യായത്തിൻ്റെ ഫോക്കസിങ് അല്ലെങ്കിൽ 5-ാം അധ്യായത്തിൽ പ്രധാനമായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകത്തെക്കുറിച്ചാണ് അത് തുടങ്ങുന്നത്. അത് മാത്രമല്ല, പിന്നീട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. യഹൂദാ ഗോത്രത്തിലെ സിംഹമായി, അതുപോലെ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടായിട്ടൊക്കെ നമ്മുടെ കർത്താവിനെ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാനുണ്ടായ ഒരു ദർശനം അല്ലെങ്കിൽ യോഹന്നാനുണ്ടായ വെളിപ്പാടായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. മുന്നോട്ടുള്ള കാലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് തൻ്റെ ഹിതത്താൽ തൻ്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്തിന്? ലോകത്തിലുള്ള മനുഷ്യരായ നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവജനത്തെ വീണ്ടും ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ശ്രേഷ്ഠമേറിയ പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാണെന്നും കാത്തിരിക്കേണ്ടവരാണെന്നും അവരെ അറിയിക്കുവാൻ തക്കവണ്ണമാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ 5-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഇങ്ങനെയാണ് 1-ാമത്തെ വാക്യം വായിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ശ്രദ്ധിക്കണമേ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു സിംഹാസനത്തിൽ ഇരിക്കുന്ന വലിയവനായ ദൈവത്തെ. ഇവിടെ 5-ാം അധ്യായം തുടങ്ങിയിരിക്കുന്നത് വലിയവനായ ദൈവത്തിന്റെ കയ്യിൽ ഒരു സ്ക്രോൾ. മലയാളത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഈ പുസ്തകത്തിന് പകരം എഴുതിയിരിക്കുന്ന വാക്ക് സ്ക്രോൾ എന്നാണ്. സ്ക്രോൾ എന്ന് പറയുമ്പോൾ മലയാളം അർത്ഥത്തിൽ അതിനെ ചുരുൾ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ വലിയവനായ ദൈവത്തിന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി മുദ്രയിട്ടിരിക്കുന്ന ഒരു ചുരുള്. ഇപ്പൊ ചുരുളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏൻഷ്യന്റ് അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വില്ലുകളൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, മരണശേഷം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് വില്ലുകളൊക്കെ എഴുതുമ്പോൾ ആ വില്ലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വില്ലുകളൊക്കെ എഴുതി തീർത്തതിന് ശേഷം അത് അവർ ചുരുട്ടി അതിനെ സ്ക്രോൾ ചെയ്തിട്ട് അതിനെ സീല് ചെയ്യുക പതിവ്. സീല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും അത് തുറക്കരുത്, അധികാരമുള്ളവരല്ലാതെ, അത് തുറക്കുവാനായി അവകാശപ്പെട്ടവരല്ലാതെ മറ്റാരും അത് തുറക്കാതിരിക്കുവാൻ തക്കവണ്ണം ആ ഡോക്യുമെന്റിനെ, ആ രേഖയെ അവര് ഒരു സ്ട്രിങ് വെച്ചിട്ട് അതിനെ മുദ്ര ചെയ്യുക പതിവാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് നാട്ടിലൊക്കെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴേ നമുക്കറിയാം, പ്രത്യേകിച്ച് ടെൻഡർ നോട്ടിഫിക്കേഷൻസ് അല്ല, ഒറിജിനൽ ടെൻഡറുകൾ, അതുപോലെ ഏതെങ്കിലും രേഖകൾ, അതുപോലുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെന്റ്സ്, പത്രികകളൊക്കെ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്തതിന് ശേഷം അതിനെ സീല് ചെയ്യുക പതിവ്. സീൽ എന്ന് പറയുമ്പോൾ അതിനെ വാക്സ് ഉപയോഗിച്ചിട്ട് അവരുടെ മുദ്ര വെച്ചിട്ട് അതിനെ വാക്സ് ചെയ്യും, അതിനെ ഒട്ടിച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് സീല് ചെയ്യും. അപ്പോൾ അത് തുറക്കണമെങ്കിൽ, അതിനകത്ത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കട്ടിയായിരിക്കുന്ന മെഴുക് അല്ലെങ്കിൽ വാക്സ് ഉടച്ചിട്ട് അത് നമ്മൾ തുറക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ പിക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ ഒരു ചുരുളിരിക്കുകയാണ്. ആ ചുരുളിന് 7 മുദ്രകളുണ്ട്. 7 മുദ്രകൾ എന്ന് പറഞ്ഞാൽ 7 സെപ്പറേറ്റ് സ്ട്രിങ്സ് വാക്സ്ഡ് എന്ന് പറഞ്ഞാൽ 7 ചരടുകൾ കൊണ്ട് അത് കെട്ടിയിട്ട് 7 വാക്സുകൾ കൊണ്ട് അതിനെ മുദ്ര ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
സാധാരണഗതിയിൽ ചുരുളുകളുടെ ഒരു വശം മാത്രമാണ് എഴുതാറുള്ളത്. എന്നാൽ ഇവിടെ കാണുന്നു അകത്തും പുറത്തും എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ അകത്തും പുറത്തും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബണ്ടൻസ്, അല്ലെങ്കിൽ ആ ഒരുപാട് ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം കാണിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ ആ ചുരുളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വിവക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അകത്തും പുറത്തും എഴുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാണുന്നത്. അത് മാത്രമല്ല, സാന്ദർഭികമായിട്ടാണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഈ സ്ക്രോളുകളില് അത് നമ്മൾ വായിക്കുന്നത് ഹോറിസോണ്ടലായിട്ട്, വെർട്ടിക്കലായിട്ട് അല്ലാതെ ഹോറിസോണ്ടലായിട്ടാണ് വായിക്കുന്നത്. നമ്മളിപ്പം സാധാരണഗതിയിൽ ഒരു പേജ് നമ്മൾ വായിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് വായിക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് ഈ സ്ക്രോളുകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് വായിക്കുന്നത്. അതായത് ഹോറിസോണ്ടൽ ആയിട്ടാണ് വായിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ, സ്ക്രോള് ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലത്തെ കൈകൊണ്ട് പതുക്കെ അത് അൺറോൾ ചെയ്യും. അത് പതുക്കെ തുറക്കും. അങ്ങനെ വായിച്ച് 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 ഇങ്ങനെ പോകുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ, ഇങ്ങനെയാണ് ഈ സ്ക്രോളിന്റെ പാറ്റേൺ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ ദൈവം ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ഈ സ്ക്രോൾ, അല്ലെങ്കിൽ ഈ വലിയൊരു ഡോക്യുമെന്റ്, ഒരു വലിയ ഒരു 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 ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു പത്രിക തന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം നോക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ഇവിടെ ഈ പുസ്തകം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒറിജിനൽ വേർഡ് സ്ക്രോൾ അല്ലെങ്കിൽ ചുരുൾ എന്നാണ്. അപ്പോൾ യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുകയാണ്, ശക്തനായ ഒരു ദൂതൻ അവിടെ നിന്നുകൊണ്ട്, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട്, യൂണിവേഴ്സിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ പുസ്തകം തുറക്കുവാനും ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. അപ്പോൾ ഒരു ദൂതൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് വിളിച്ച് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണ്, ഈ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ക്രോള് വാങ്ങി അതിന്റെ മുദ്ര പൊട്ടിച്ച് അതിനെ തുറന്നു വായിക്കുവാൻ തക്കവണ്ണം യോഗ്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞ സൃഷ്ടിയുണ്ട്. അതുപോലെ മറ്റനേക സൃഷ്ടികൾ ദൈവത്തിൻ്റെതായിട്ടുണ്ട്. ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, സമുദ്രത്തിലുണ്ട്, ജീവജാലങ്ങളെല്ലാം ഉണ്ട്. ഈ സകലത്തെയും നോക്കിക്കൊണ്ടാണ് ഈ ദൂതൻ ചോദിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൂതൻ ആരാണെന്നോ അല്ലെങ്കിൽ ദൂതൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. നമ്മൾ അതിനെ സ്പെക്കുലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പറ്റുകയില്ല. ചിലർ പറയുന്നുണ്ട്, ചില ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ ചിലർ പറയുന്നത് ഗബ്രിയേലാണെന്ന് പറയുന്നത്, ചിലർ പറയുന്നത് മിഖായേലാണ് പറയുന്നു. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ശക്തനായ ഒരു ദൂതൻ അവിടെ നിന്നുകൊണ്ട് പ്രപഞ്ചത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ നോക്കുമ്പോൾ ആദം ജനിച്ചതിന് ശേഷം ഇങ്ങോട്ട് എത്രയോ പ്രഗത്ഭരായ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രമാത്രം ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ദൈവദാസീദാസന്മാർ ജീവിച്ചിട്ടുണ്ട്. ഇവരൊക്കെയുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ ദൂതൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവിന്റെ കയ്യിൽ നിന്ന് ഈ ചുരുള് വാങ്ങി അതിന്റെ മുദ്രയെ പൊട്ടിച്ച് അതിനെ വായിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അതൊരു വളരെ സാഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരാളെ മുന്നോട്ട് വിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുവാൻ യോഗ്യനായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് കൈ നീട്ടി ആ സ്ക്രോള് വാങ്ങിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യനായി ഒറ്റ വ്യക്തി പോലും ഒരു കാലഘട്ടത്തിലും ജീവിച്ചിരുന്നില്ല, ഈ ഭൂമിയിൽ ജനിച്ചിരുന്നില്ല എന്നുള്ളതായിട്ടുള്ള സത്യമാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ഭൂമിയിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ആരും കാണാതെ വന്നതുകൊണ്ട് അടുത്ത വാക്യം, നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ യോഹന്നാൻ തന്റെ ദർശനത്തിലാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ദർശനത്തിൽ ഇങ്ങനെ നോക്കുന്നു, ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം, അതിനെ വാങ്ങി വായിക്കുവാൻ, അതിന്റെ മുദ്രകളെ പൊട്ടിച്ചിട്ട് അതിന്റെ സീലിനെ ബ്രേക്ക് ചെയ്ത് അത് ഒന്ന് അൺറോൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തിലെ ഏത് തലമുറയിലുള്ളതായിക്കൊള്ളട്ടെ, ഏത് കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ചവരായിക്കൊള്ളട്ടെ,
ആരെ വിളിച്ചപ്പോൾ ആരുമില്ലാതെ വന്നപ്പോൾ യോഹന്നാൻ കരയുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പോലും ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് കരയുകയാണ്. കരയുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ ഇത് വ്യാഖ്യാനിക്കുന്ന തിയോളജിയൻസ് പറയുന്നുണ്ട്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അപ്പോൾ യോഹന്നാൻ കരഞ്ഞതിന്റെ ഒരു കാരണം ഒരു പക്ഷേ മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇവിടെ അത് തുറക്കുവാൻ തക്കവണ്ണം ഒരാളെ കിട്ടാതെ വരുമ്പോൾ ഇനി തനിക്കത് കാണാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുമോ, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കാതിരിക്കുമോ, എനിക്കത് കാണാൻ പറ്റത്തില്ലല്ലോ, ദൈവത്തിന്റെ ഹിതം എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടായിരിക്കാം കരഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, ഈ ചരിത്രം, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം, ഈ യൂണിവേഴ്സിന്റെ ഹിസ്റ്ററി കൺസ്യൂമേറ്റ് ചെയ്യുവാൻ, അതിനെ പരിപൂർണമാക്കുവാൻ തക്കവണ്ണം ഇനിയും ദൈവത്തിന് കുറെ കാലം കൂടെ കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തായിരിക്കാം യോഹന്നാൻ കരഞ്ഞതെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നിങ്ങളിൽ പലരും പല വ്യാഖ്യാനങ്ങൾ ഇന്റർനെറ്റിലായാലും അല്ലാതെയും വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ, ഇങ്ങനെ ആരും മുന്നോട്ട് വരാതിരുന്നപ്പോൾ യോഹന്നാൻ അവിടെ കരയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഇവിടെ തരിക, അല്ലെങ്കിൽ അതെന്റെ കയ്യിൽ തരിക എന്ന് പറയുവാൻ തക്കവണ്ണം അധികാരമുള്ളവനായി, യോഗ്യനായി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. അവൻ എത്രമാത്രം ഉന്നതനായിരുന്നാലും ശരി, എത്രമാത്രം അധികാരം ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ടവനായാലും ശരി, എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞവനായാലും ശരി, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കൈനീട്ടി അതിവിടെ തരിക, ഞാനത് വായിക്കാമെന്ന് പറയുവാൻ യോഗ്യനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ, യോഹന്നാൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ, അവിടെയുള്ള 24 മൂപ്പന്മാരിൽ ഒരുത്തൻ. അപ്പോൾ അത് ആരാണെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് വ്യാഖ്യാനിക്കുന്ന പലരും പലരുടെയും പേരൊക്കെ പറയുന്നുണ്ട്, ഇന്ന മൂപ്പനാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നും ഇവിടെ വചനത്തിലില്ല. വചനം പ്ലെയിൻ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്താത്ത കാര്യങ്ങളെക്കുറിച്ചോ ഒരിക്കലും നമ്മളെ സ്പെക്കുലേറ്റ് ചെയ്യുവാൻ തക്കോണം, ഊഹാപോഹങ്ങൾ നടത്തുവാൻ തക്കോണം ഒരിക്കലും പാടില്ല. ദൈവവചനത്തെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യുവാൻ തക്കോണം പാടില്ല. ഇവിടെ പറയുന്നു ആ 24 മൂപ്പന്മാരിൽ ഒരാള്. അപ്പൊ 24 മൂപ്പന്മാർ ആരാണെന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു. ഒന്ന് 12 പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 ഗോത്രപിതാക്കന്മാര്, അതുപോലെ അടുത്ത 12 എന്ന് പറയുന്നത് പുതിയ നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പോസ്തലന്മാരെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് ദൈവവചനത്തിന്റെ നിന്ന് അതിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ 24 പേരിൽ ഒരാൾ യോഹന്നാനോട് പറയുകയാണ്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ പുസ്തകം കയ്യിൽ വാങ്ങി അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും അത് വായിക്കുവാനും തക്കവണ്ണം ഒരുവൻ ജയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ജയിക്കുന്നവന് മാത്രമേ, ചില പ്രത്യേക സാഹചര്യങ്ങളെ ജയിക്കുന്നവന് മാത്രമേ, പിശാചിനെ ജയിക്കുന്നവന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച്, ദൈവസന്നിധിയിലുള്ള തന്റെ ആ പ്രാഗൽഭ്യത്തെ തെളിയിച്ച് ദൈവഹിതപ്രകാരം തനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് സമ്പൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന്, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ തെളിയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് ആ ചുരുളിനെ വാങ്ങിച്ച്, ആ സ്ക്രോളിനെ വാങ്ങിച്ച് വായിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് ആരാണെന്നാണ് ഈ ഒരു മൂപ്പൻ പറഞ്ഞത്. ആരാണെന്നാണ് അവിടെ വായിക്കുന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ഈ യഹൂദ ഗോത്രത്തിലെ സിംഹം അല്ലെങ്കിൽ ലയൺ ഓഫ് ജൂദ എന്ന് പറയുന്നത് മിശിഹായുടെ ഒരു ടൈറ്റിലാണ്. വൺ ഓഫ് ദി ടൈറ്റിൽസ് ഓഫ് മെസ്സേയ. മിശിഹായുടെ ഒരു ടൈറ്റിലാണ്, അദ്ദേഹത്തിന്റെ സർവശക്തനായ മിശിഹായുടെ ഒരു പേരാണ്. ദൈവവചനത്തിൽ എവിടെ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ,
അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:4, ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:10, ഇവിടെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ റെഫറൻസസ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. മിശിഹായെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യഹൂദ ഗോത്രത്തിലെ സിംഹം. അപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറയുമ്പോൾ സിംഹമായിരിക്കുന്ന അധികാരത്തോടുകൂടി ആ ഗോത്രത്തിൽ നിന്ന് എഴുന്നേറ്റവൻ. എന്തിനു വേണ്ടി? ഇസ്രയേലിന്റെ വിടുതലിന് വേണ്ടി. അപ്പോൾ ഇസ്രയേൽ കാത്തിരുന്ന തങ്ങളുടെ മശിഹ, ഇസ്രയേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണം വീണ്ടെടുപ്പുകാരനായി ദൈവസന്നിധിയിൽ നിന്ന് വരുവാൻ പോകുന്നവൻ, ഉയരത്തിൽ നിന്ന് വരുവാൻ പോകുന്നവൻ, അവനെയാണ് അവർ മെശിഹ എന്ന് വിളിച്ചിരുന്നത്. ആ മെശിഹായുടെ അധികാരത്തെ കാണിക്കുന്നതാണ് സിംഹം എന്നുള്ള വാക്ക്. അധികാരത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ യഹൂദയിൽ നിന്നാണ് ഈ സിംഹം വരുന്നത്, ഈ അധികാരി വരുന്നത്, അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പുകാരൻ വരുന്നത്, തങ്ങളുടെ രക്ഷകൻ വരുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആ റെഫറൻസ് ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 49:9-10 വാക്യങ്ങൾ, യെശയ്യാവ് 31:4, ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:10. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ദാവീദിന്റെ വേരും എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന്, ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരുവാനുള്ളവൻ. അത് ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത്? റൂട്ട് ഓഫ് ഡേവിഡ് എന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:10. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 22:6 അവിടെ എഴുതിയിട്ടുണ്ട്. ഈ യഹൂ അല്ലെങ്കിൽ ദാവീദുമായിട്ടുള്ള മിശിഹായുടെ ബന്ധം, അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് കർത്താവ് മനുഷ്യനായിട്ട് വരുമ്പോൾ ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ കുടുംബത്തിൽ താൻ ജനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള പ്രവചനമാണ് അവിടെ ഈ വാക്യങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മെശിഹായെ ദാവീദിന്റെ വേര് എന്ന് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമേ സഹോദരങ്ങളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് 33-ൽ പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. സർവശക്തനായ ദൈവമായിരുന്നു താനെങ്കിലും എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ തക്കവണ്ണം നമുക്ക് സമസ്വഭാവമുള്ളവനായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒതുങ്ങുമാർ അവിടുന്ന് ഇറങ്ങി വന്ന് ഒരു ശരീരത്തിന്റെ ബലഹീനതയിൽ അവൻ തന്നെ ഒതുക്കി വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചു, ഈ ലോകത്തിലുള്ള പ്രലോഭനങ്ങളെ താൻ ജയിച്ചു, ജഡത്തിന്റെ ബലഹീനതകളെ താൻ ജയിച്ചു. ഇതിനെയൊക്കെയും ജയിച്ചിട്ടാണ് ഈ 33 വർഷത്തിൽ പരം ഉള്ള തൻ്റെ ജീവിത കാലഘട്ടത്തിൽ സ്വർഗസ്ഥനായ ദൈവമാകുന്ന തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് തൻ്റെ വേല തികച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഇവിടെ ആ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ ഈ ഭൂമിയിലുള്ള മാനുഷിക ജീവിതം മാത്രമല്ല, തൻ്റെ മരണം, താൻ കാൽവറി ക്രൂശിൽ സഹിച്ചത്, അവിടെ നിന്ന് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യോഹന്നാനോട് ഈ മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞത് യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ ഞാൻ കാണിക്കാമെന്നാണ്. പക്ഷെ യോഹന്നാൻ നോക്കിയപ്പോ കാണുന്നത് എന്താണെന്നറിയാമോ? അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെയാ കാണുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഈ കുഞ്ഞാടിനെ യോഹന്നാൻ കാണുമ്പോൾ ആ കുഞ്ഞാടിനെ ദൂതൻ വിളിക്കുന്ന മൂപ്പൻ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറയുന്നതും ഇവിടെ കാണുന്ന അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടെന്ന് പറയുന്നതും ഒരാള് തന്നെയാണ്, ഒരൊറ്റ വ്യക്തി തന്നെയാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 2 സ്വഭാവ മഹിമകൾ, അല്ലെങ്കിൽ 2 ആട്രിബ്യൂട്ട്സ് ആണ് കാണുന്നത്. അവിടുന്ന് ഒരേ സമയത്ത് തന്നെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, അതേ സമയത്ത് തന്നെ താൻ അറുക്കപ്പെട്ട കുഞ്ഞാടുമാണ്, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് the deity of Jesus Christ and the humanity of Jesus Christ. യേശു കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടുന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഈ കുഞ്ഞാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണുവാനായിട്ട് കഴിയും. ഇറ്റ് വാസ്
അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ തന്റെ മേൽ ഒരു സാക്രിഫിഷ്യൽ മാർക്കുണ്ട്. യാഗം കഴിക്കപ്പെട്ടതായ ചില അടയാളങ്ങൾ, ചില മുറിവുകൾ, ചില വെട്ടുകൾ, ഇതൊക്കെ ആ കുഞ്ഞാടിന്റെ മേൽ കാണുവാൻ തക്കവണ്ണം യോഹന്നാന് കഴിഞ്ഞു എന്നുള്ളതാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ഈ ദർശനം കാണുമ്പോൾ ആ മുറിവുകൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നത്. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി 1000 വർഷം കഴിഞ്ഞേ കർത്താവ് വരത്തുള്ളെങ്കിലും കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ സമർപ്പിക്കപ്പെട്ട യാഗം ഒരിക്കലും പഴയ യാഗമായി മാറത്തില്ല. അത് എപ്പോഴും പുതിയ യാഗമായി തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സൗരഭ്യവാസനയോടുകൂടി നിലനിൽക്കുമെന്നാണ് നമുക്കവിടെ ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സോ ദാറ്റ് സാക്രിഫൈസ് വുഡ് നെവർ ഔട്ട്ഡേറ്റ്. അതൊരിക്കലും പഴയതായി മാറുകയില്ല. ഏത് കാലഘട്ടത്തിൽ ജനിക്കുന്ന വ്യക്തിക്കും, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കും, ഏത് നൂറ്റാണ്ടുകളിലുള്ള വളരുന്ന വ്യക്തിയായാലും ഏത് സമയത്തും ഈ യാഗത്തിൽ, കർത്താവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുകയും ഹല്ലേലൂയ, കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത തന്റെ യാഗത്തെ വിശ്വസിച്ച് അതിൽ സമർപ്പിച്ച് രക്ഷ പ്രാപിക്കുകയും ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സാക്രിഫൈസ്ഡ് ലാംബ്, കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ കാഴ്ചയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യഹൂദ ഗോത്രത്തിലെ സിംഹമായിരുന്നവൻ, യഹൂദ ഗോത്രത്തിന്റെ വിടുതലിന് വേണ്ടി സിംഹമായ അധികാരത്തോടെ വരുന്ന കർത്താവ് യഹൂദ ഗോത്രത്തെ വിടുവിക്കുവാൻ, ഇസ്രയേലിനെ വിടുവിക്കുവാൻ, സകല മാനവരാശിയെയും വിടുവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർക്ക് വേണ്ടി യാഗമായ ഒരു കുഞ്ഞാടായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ ദൈവവചനത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 29, അവിടെയാണ് ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള ആ പരാമർശം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു വരുന്നത് കണ്ടപ്പോൾ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ആ റെഫറൻസ് നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ പ്രവാചകനായിരുന്ന ദൈവശബ്ദം ലോകത്തെ കേൾപ്പിച്ച ദൈവജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ആദ്യം സുവിശേഷം പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. അപ്പോൾ അതേ കുഞ്ഞാടിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ വെളിപ്പാടില് തന്റെ ദർശനത്തിൽ കാണുന്നത് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. വീണ്ടും ആ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിയേ, ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ അറുക്കപ്പെട്ട കുഞ്ഞാട് അല്ലെങ്കിൽ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവിടെ എളിമ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ ഇന്നബിലിറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ടോട്ടൽ സറണ്ടറിങ് കാണുവാനായിട്ട് കഴിയും. ഇന്നസെൻസ് കാണുവാനായിട്ട് കഴിയും. ആ ലളിതമായ ഹ്യൂമിലിറ്റി കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ ആ അറുക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് നോക്കുമ്പോൾ കഴിയും. പക്ഷേ ഈ അടുത്ത വാക്യം ഒന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് യോഹന്നാൻ നോക്കിയപ്പോൾ താൻ കണ്ടത് എന്തെന്നറിയാമോ? അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പോൾ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഈ കുഞ്ഞാടിനെയൊക്കെ നോക്കിയപ്പോൾ യോഹന്നാൻ കാണുന്നത് ഈ കുഞ്ഞാടിന് 7 കൊമ്പുകൾ ഉള്ളതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 7 കൊമ്പുകളെ കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഒമ്നിപൊട്ടന്റ്. ഒമ്നിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം. ഈ കൊമ്പ് കാണിക്കുന്നത് അധികാരത്തെയാണ്. 7 കൊമ്പെന്ന് പറയുമ്പോൾ പരമാധികാരത്തെ, സർവാധികാരത്തെ, പെർഫെക്ഷനെയാണ് അത് കാണിക്കുന്നത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ സെഖരിയ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെഖരിയാവ് ദർശനത്തിൽ തനിക്ക് ജനിക്കുവാൻ പോകുന്ന പൈതലായ യോഹന്നാനെ കുറിച്ചുള്ള ആ പ്രവചനമൊക്കെ പറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇസ്രയേലിൽ നിന്ന്, യഹൂദയിൽ നിന്ന് കടന്നു വരുന്ന യേശു കർത്താവിനെ കുറിച്ചൊരു പരാമർശമുണ്ട്, മിശിഹായെ കുറിച്ചൊരു പരാമർശമുണ്ട്. അവിടെ പറയുന്നത് രക്ഷയുടെ കൊമ്പ് തന്റെ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നുവല്ലോ എന്ന്.
അപ്പൊ രക്ഷയുടെ കൊമ്പെന്നാ പറയുന്നത്, ഹോൺ ഓഫ് സാൽവേഷൻ. അപ്പോൾ ഈ ഹോൺ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലും അത് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഈ കുഞ്ഞാടിലേക്ക് നോക്കുമ്പോൾ അതിന് 7 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ രക്ഷയുടെ പൂർത്തീകരണം, ലോകത്തിന് രക്ഷയെ കൊടുത്തിരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണത്തെയും ആ കൊമ്പുകൾ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, കൊമ്പെന്ന് പറയുന്ന അധികാരത്തെ കാണിക്കുന്നു. 7 കൊമ്പെന്ന് പറഞ്ഞാൽ സർവാധികാരത്തെ കാണിക്കുന്നു. ആ പൂർണ്ണത, 7 എന്നുള്ളത് ദൈവവചനത്തിൽ എപ്പോഴും പൂർണ്ണതയാണ് കാണിക്കുന്നത്. പൂർണ്ണമായ അധികാരമുള്ള ദൈവപുത്രനെയാണ് അവിടെ കാണുന്നത്. അത് മാത്രമല്ല, രണ്ടാമത്തെ അതിന്റെ വിവക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയുടെ കൊമ്പ് എന്ന ദൈവവചനത്തിൽ നമ്മൾ ലൂക്കോസ് സുവിശേഷം 1:71 നമ്മൾ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്യത്തിൽ നിന്ന് വായിച്ചിരിക്കുന്നത് കൊണ്ട് ഈ രക്ഷയെ കാണിക്കുന്നതാണ് കൊമ്പ്. അപ്പൊ 7 കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രക്ഷ. ഇനി മറ്റൊരുത്തരും നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയില് നമ്മൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അപ്പോൾ പൂർണ്ണമായ രക്ഷയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ 7 കൊമ്പ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ആ 7 ദൈവാത്മാക്കളായ 7 കണ്ണെന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തെയാണ് കാണിക്കുന്നത്, ഒംനീഷ്യൻസ്. അപ്പോൾ ഒന്ന് ഒംനിപോട്ടന്റ്, മറ്റൊരു ഒംനീഷ്യൻസ്. ഒന്ന് 7 കൊമ്പുകൾ സർവശക്തനായ പരമാധികാരിയായ ദൈവത്തിന്റെ ദൈവമഹത്വത്തെ കാണിക്കുന്നു. സർവജ്ഞാനിയായ 7 കണ്ണുകൾ എന്ന് പറയുന്നത് എല്ലാം കാണുന്ന, ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലത്തെയും അപ്പോൾ അറിയുന്ന, തൻ്റെ ജ്ഞാനത്തിൽ മാത്രമാണ് സകലതും നടക്കുന്നത്. സർവജ്ഞാനിയായ ദൈവത്തെയാണ് അവിടെ കാണുന്നത്. സഖരിയാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഈ 7 കണ്ണുകളെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് കാണും. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, സർവജ്ഞാനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ കുഞ്ഞാടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുഞ്ഞാടിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ആ കുഞ്ഞാടിന്റെ മേൽ ഒരു സാക്രിഫിഷ്യൽ മാർക്കുണ്ട്. അവൻ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ആർക്കോ വേണ്ടി അറുക്കപ്പെട്ടതുപോലെ. നമുക്കറിയാം, ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി താൻ അറുക്കപ്പെട്ടതാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ പരമാധികാരമായ 7 കൊമ്പുകളെ കാണുവാനായിട്ട് കഴിയുന്നു. ആ 7 കൊമ്പുകൾ രക്ഷയുടെ പൂർണ്ണതയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, സർവജ്ഞാനിയായ സർവശക്തനായ ദൈവമാണ് താന്. അവൻ 7 ആത്മാക്കളായ 7 കണ്ണുകൾ ഉള്ളവനായിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആദമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ലോകത്തിൽ ഒരു മനുഷ്യർക്കും, മനുഷ്യരിൽ നിന്ന് ജനിച്ചവനായിരിക്കുന്ന ഒരു മനുഷ്യർക്കും കഴിയുവാൻ ഇല്ലാതിരുന്നതിനെ മുമ്പ് ആദ്യം നമ്മൾ വായിച്ചതുപോലെ ശക്തനായ ദൂതൻ അവിടെ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും മുന്നോട്ട് കടന്നു വന്ന് ഈ പുസ്തകം വാങ്ങി വായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഇല്ലാതിരുന്നു. അതിന്റെ മധ്യത്തിലാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ നിൽക്കുന്നവൻ, യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, ജയിച്ച് മുന്നോട്ട് കടന്നു വന്ന് സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങുക എന്ന് പറഞ്ഞത്, ആ ചുരുള് വാങ്ങുക എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചുരുളിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞില്ല, ഈ ചുരുളിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ എഴുതാത്ത വ്യാഖ്യാനങ്ങൾ മനുഷ്യന്റെ, എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ബുദ്ധിയിൽ നിങ്ങളോട് പറയാൻ പറ്റും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അതല്ലായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത് it doesn't make any change. It might bring damnation on me, it might bring judgment on me. എന്നിലേക്ക് ന്യായവിധി കൊണ്ടുവരും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ കേൾക്കാൻ. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യമാണ് ആരെങ്കിലും വ്യാഖ്യാനത്തിൽ വിവക്ഷിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജസ്റ്റ് ത്രോ ഇറ്റ് അവേ. അതൊരിക്കലും നമ്മുടെ മൈൻഡിലേക്ക് വയ്ക്കുകയോ മറ്റുള്ളവരെ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പൊ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഈ ചുരുളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് ഇത് പഴയ നിയമമാണ് ആ ചുരുളിൽ എഴുതിയിരുന്നതെന്ന്. പഴയ നിയമമാണ് ആ ചുരുളിൽ എഴുതിയിരുന്നതെങ്കിൽ അത് വായിക്കുവാൻ യോഗ്യനായിട്ട് ആരുമില്ലെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതല്ല കാര്യം.
ചിലർ പറയുന്നുണ്ട് പഴയ നിയമവും പുതിയ നിയമവുമായ ഈ വേദപുസ്തകം മുഴുവനുമാണ് അതിൽ എഴുതിയിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിലും അത് വായിക്കുവാൻ യോഗ്യനായി ആരെയും കണ്ടില്ലെന്നുള്ള അതിന് അപ്രസക്തമാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുപോലെ വായിക്കുന്നുണ്ട്. ചിലർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം മുഴുവനുമാണ്, ഒന്നാം അധ്യായം മുതൽ 22 അധ്യായം വരെയുള്ള വെളിപ്പാട് പുസ്തകം മുഴുവനുമാണ് അത് എഴുതിയിരിക്കുന്നതെന്ന്. അവിടെയും നമ്മൾ ചിന്തിച്ച് അത് വായിക്കുവാൻ യോഗ്യനായി ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രസക്തമാണ്. കാരണം വെളിപ്പാട് പുസ്തകം നമ്മുടെ കയ്യിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വായിക്കത്തക്കവണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമല്ല കാര്യങ്ങൾ. വേറെ ഒരു വിവക്ഷണം, വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടൈറ്റിൽ ഡീഡ് ഓഫ് എർത്ത്. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിരിക്കുന്ന ആധാരം, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയം, അല്ലെങ്കിൽ ആധാരം, അല്ലെങ്കിൽ അതിൻ്റെ അവകാശരേഖ, ഉടമസ്ഥതയിലുള്ള അവകാശരേഖ എന്ന് പറഞ്ഞ് ചില മോസ്റ്റ്ലി തിയോളജിയൻസ് അത് സമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സകല പ്രപഞ്ചത്തെ കുറിച്ചുമുള്ള ദൈവ പദ്ധതികൾ, ഈ പ്രപഞ്ചം എവിടെയാണ് അവസാനിക്കുവാൻ പോകുന്നത്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഭരണം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ, ദൈവത്തിന്റെ അഫയേഴ്സ്, അതിന്റെ ഫൈനൽ സെറ്റിൽമെന്റ്, എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുവാനായിട്ട് പോകുന്നത്, ഇതൊക്കെയാണ് ആ ചുരുളിൽ എഴുതിയിരിക്കുന്നതെന്നാണ് പല തിയോളജിയൻസും പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിൽ എങ്ങും തന്നെ അതെന്താണെന്ന് ഒരിടത്തും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ വെളിപാട് പുസ്തകത്തിലോ എങ്ങും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നതാണെന്ന് ഉറപ്പോടെ പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല സഹോദരങ്ങളെ. പിന്നെ ഒരു ഗ്രൂപ്പുകാര്, കുറച്ചുകൂടെ മോഡേൺ ആയിരിക്കുന്ന തിയോളജിയൻസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അകത്തും, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആകരുത്. കാരണം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, ഈ ചുരുളിന്റെ അകത്തും പുറത്തും എഴുത്തുകൾ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇത് തുറക്കാതെ തന്നെ, ഈ മുദ്രകൾ പൊട്ടിക്കാതെ തന്നെ പുറത്തുള്ളത് വായിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അകത്തുള്ളത് വായിക്കണമെങ്കിൽ മാത്രമേ ഈ ചുരുള് തുറക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പുറത്തുള്ളത് വായിക്കുവാൻ തക്കവണ്ണം ഇതിന്റെ മുദ്ര പൊട്ടിക്കാതെ തന്നെ വായിക്കാനായിട്ട് പറ്റും. അവരെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത അധ്യായം മുതൽ, അതായത് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു. ഈ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ മുന്നോട്ട് വായിച്ച് 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വരെയാണ് 6 മുദ്രകൾ പൊട്ടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 7 മുദ്ര പൊട്ടിച്ചെങ്കിൽ മാത്രമേ അത് തുറക്കാനായിട്ട് പറ്റൂ. പക്ഷെ തുറക്കുന്നതിന് മുമ്പ് തന്നെ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, അങ്ങനെ 6-ാം മുദ്ര പൊട്ടിക്കുന്നത് വരെ ഇങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചെങ്കിൽ മാത്രമേ സ്ക്രോൾ തുറക്കാൻ പറ്റൂ. അപ്പൊ അത് തുറക്കുന്നതിന് മുമ്പ് തന്നെ 6 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെ പുറത്തെഴുതിയിരുന്ന കാര്യമാണ്. എന്നാൽ അകത്തെഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ എഴുതിയിരിക്കുന്നതാണ് ഈ ചുരുളിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്നാണ് അങ്ങനെ ഉള്ളവർ വ്യാഖ്യാനിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ 7-ാം മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ 8-ാമത്തെ അധ്യായം മുതൽ ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് എഴുതിയിരുന്ന കാര്യമാണെന്ന് വിവക്ഷിക്കുന്നവരുമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ ദൈവത്തിന്റെ തിരുവചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്താത്തത് കൊണ്ട് ഒരിക്കലും ഡോണ്ട് എവർ ഗോ ഫോർ സച്ച് എ സ്പെക്കുലേഷൻ. അങ്ങനത്തെ ഒരു ഊഹാപോഹത്തിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഏതോ വലിയ വിഷയമാണ് ആ ചുരുളിന്റെ ഉള്ളിൽ എഴുതിയിരുന്നത്. അപ്പൊ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഇതാണ്: ഈ വെളിപാട് പുസ്തകത്തിലുള്ള കാര്യമല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്, പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ, ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ, എങ്ങനെയാണ് ഈ ചരിത്രം ദൈവം ഈ പഴയ ആകാശത്തെയും പഴയ ഭൂമിയെയും ഇത് സംബന്ധിച്ചായിട്ടുള്ള വിഷയങ്ങളെയും, അതുമല്ല എങ്ങനെയാണ് ന്യായവിധി നടക്കുവാനായിട്ട് പോകുന്നത്, ദൈവത്തിന്റെ മുമ്പോട്ടുള്ള കാര്യപരിപാടികൾ, അതിന്റെ പദ്ധതികൾ, അതിന്റെ പ്ലാനുകൾ, മനുഷ്യൻ അറിയാത്തതായിട്ടുള്ള അനേക കാര്യങ്ങൾ, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത സീക്രട്ടായിട്ടുള്ള, വളരെ രഹസ്യ സ്വഭാവമായിട്ടുള്ള മർമ്മങ്ങൾ അടങ്ങിയ വിഷയങ്ങളാണ് ആ ചുരുളിന്റെ ഉള്ളിൽ ഭദ്രമായി എഴുതി
7 സ്ട്രിങ്സ് കൊണ്ട് അതിനെ മുദ്ര ചെയ്ത് അതിനെ വാക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. നാം എന്നെങ്കിലും അത് അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കർത്താവ് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ഗാഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരാൾക്ക് കൈ നീട്ടി അത്യുന്നതനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞത് വാങ്ങിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതിന്റെ മധ്യത്തിൽ ഒരുവൻ കടന്നു വന്ന് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ഈ ചുരുളിനെ തന്റെ കയ്യിലേക്ക് വാങ്ങുന്നത് കണ്ടപ്പോൾ, അടുത്ത വാക്യം നോക്കിയേ, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒരുപോലെ എഴുന്നേറ്റ് നിന്നു. അവിടെ 4 ജീവികൾ എഴുന്നേറ്റ് നിന്നു. ആ 4 ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കേട്ടു കഴിഞ്ഞു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഏഞ്ചൽസ്, ഹൈ റാങ്കിങ് ഏഞ്ചൽസ് ആണ്, ഉന്നതന്മാരായിരുന്ന ദൂതന്മാരാണ്. അതുപോലെ തന്നെ 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവ സിംഹാസനത്തിന്റെ അടുക്കൽ ഇരിപ്പാൻ തക്കവണ്ണം സ്വർഗത്താൽ വിടുവിക്കപ്പെട്ട റെഡീംഡ് മെന്നാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. എന്നാൽ ഇവർക്കൊന്നും കഴിയാതിരുന്നതിനെ ഇവരെക്കാൾ ഉയർന്ന നിലയിൽ ഹല്ലേലൂയ ജയം പ്രാപിച്ചൊരുവൻ കടന്നു വന്ന് തങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് കണ്ട് ഈ 24 മൂപ്പന്മാരും ഹല്ലേലൂയ അവിടെ അവന്റെ മുമ്പിൽ കവിണ്ണു വീഴുന്നതായിട്ട്, അവനെ ആരാധിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഈ 4 ജീവികളെ കുറിച്ച് പറഞ്ഞാലും 24 മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞാലും അവർ ഒരുവന്റെ മുമ്പിൽ മാത്രമേ വീണിട്ടുള്ളൂ, ഒരുവനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. അത് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. എവിടെയാണ്? സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. അതുമല്ല, താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടുത്തെ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 2-ാമത്തെ വാക്യം 4:2 എഴുതിയിരിക്കുന്നു, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ അവർ വീണിട്ടുള്ളൂ, അവർ ആരാധിച്ചിട്ടുള്ളൂ. പ്രൈസ് ഗാഡ്. എന്നാൽ ഇവിടെ ഇതാ അറുക്കപ്പെട്ട പോലെ നിന്ന കുഞ്ഞാടിന്റെ മുമ്പാകെ, യഹൂദാ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്നതിന്റെ മുമ്പാകെ അവൻ ആ ചുരുളിനെ വാങ്ങിച്ചപ്പോൾ ഈ 4 ജീവികളും അവന്റെ മുമ്പിൽ വീഴുന്നതായിട്ടുള്ള വചനത്തിൽ എഴുതിയിരിക്കുന്നു. 24 മൂപ്പന്മാരും അവന്റെ മുമ്പിൽ വീഴുന്നതായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയാമോ? സർവശക്തനായ ദൈവത്തോട് തുല്യനാണ് യഹൂദാ ഗോത്രത്തിലെ സിംഹവും അറുക്കപ്പെട്ടതുപോലെ നിന്ന കുഞ്ഞാടുമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ആരാധനയ്ക്ക് യോഗ്യനാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ പല ടീച്ചിങ് ഉണ്ട്, പല തിയോളജീസ് ഉണ്ടല്ലേ. ദൈവം യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ അവർ ഒരുവനായിട്ട് കാണുന്നുണ്ട്. യേശു കർത്താവ് എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരു ക്രിയേറ്റഡ് ബീയിങ് ആണ്. യേശു കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനല്ല, അവനൊരു മനുഷ്യൻ മാത്രമാണ്, അവനെ ആരാധിക്കരുത്. ഒത്തിരി ടീച്ചിങ്സ് ഉണ്ടല്ലേ. ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത്യുന്നതനായ പിതാവിനെ നാം എങ്ങനെ ആരാധിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടതായ ക്രിസ്തുവിനെയും നമ്മൾ ആരാധിക്കണം. സർവശക്തനായ ദൈവമാണ് യേശു കർത്താവെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ഭാഗമാണിത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ആ ചിന്ത നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തോട് തുല്യനാണ്, സർവശക്തനായ പിതാവാം ദൈവത്തോട് തുല്യനാണ് പുത്രനായ ദൈവം എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നാം സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരികയില്ല, കടന്നു പോകേണ്ട കാര്യമില്ല. കാരണം അവിടെ പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനെയും ആരാധിക്കുന്നതായിട്ട് ദൈവവചന ഭാഗത്ത് നമുക്കിപ്പോൾ വായിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു എക്സ്പ്രഷൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വിശുദ്ധന്മാരുടെ 24 മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കയ്യിൽ പൊൻകലശം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബൗൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ പൊൻകലശങ്ങൾ, അവരുടെ കയ്യിൽ സ്വർണ്ണ കലശങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ ബോൾസ്, പാത്രങ്ങൾ അവരുടെ കയ്യിലുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനകത്ത് എന്താണുള്ളതെന്ന് എന്താണ് എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം.
ഞാൻ പറഞ്ഞല്ലോ, ഈ 24 മൂപ്പന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നത്, 12 മൂപ്പന്മാർ റെപ്രസെന്റ് ചെയ്യുന്നത് പഴയ നിയമസഭയെയും അടുത്ത 12 പേര് റെപ്രസെന്റ് ചെയ്യുന്നത് പുതിയ നിയമസഭയെയുമാണ്. അപ്പോൾ ഈ 24 മൂപ്പന്മാര് ദൈവത്തിന്റെ സന്നിധിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ സഭയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ വിശുദ്ധന്മാരെയാണ്. അപ്പോൾ ദൈവവിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർ കഴിക്കുന്ന പ്രാർത്ഥനകൾ ഈ കലശങ്ങളിലാക്കിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ അർപ്പിക്കുകയാണ്. ഇത് വെച്ചിട്ട് റോമൻ കാത്തലിക്സ് പഠിപ്പിക്കുന്ന തിയോളജിയിൽ എന്താണെന്ന് അറിയാമോ? ഇവിടെ നോക്കിയേ, ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, അതിനെ അവര് റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ ഈ എപ്പിസ്കോപ്പലായിട്ടുള്ള ഓർത്തഡോക്സുകാർ അവരൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന, ഇതാ ഞങ്ങൾ പറയുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, നമുക്ക് വേണ്ടി വിശുദ്ധന്മാർ എപ്പോഴും പ്രാർത്ഥിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയെന്ന്, വെരി ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, വിച്ച് ആർ ദി പ്രേയേഴ്സ് ഓഫ് സെയിൻസ്. സെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയിലെ വിശുദ്ധന്മാരെ കുറിച്ചാണ്. സെയിൻസ് ഫോർ ദ സെയിൻസ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പ്രയേഴ്സ് ഫോർ ദ സെയിൻസ് എന്നല്ല, അതല്ല ദൈവമക്കൾക്ക് വേണ്ടി, അല്ല വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നല്ല എഴുതുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട, സർവശക്തനായ ദൈവത്തെ പിതാവെന്ന് അംഗീകരിച്ച് ആ പിതാവിന്റെ മക്കളായി തീർന്നവരെയാണ് ദൈവവചനപ്രകാരം വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒക്കെയും നമുക്കറിയാൻ പറ്റും, എല്ലാ ലേഖനങ്ങളിലും, ഏത് ലേഖനങ്ങൾ എഴുതിയാലും മോസ്റ്റ് ഓഫ് ദി എപ്പിസോഡ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ക്യാപ്ഷൻസിൽ റോമിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, അങ്ങനെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ ദൈവസഭയുടെ ഭാഗമായി തീർന്ന് പൂർണ്ണമായി കർത്താവിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് കർത്താവിനെ രക്ഷിതാവും ദൈവവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് തങ്ങളുടെ കർത്താവായി സ്വീകരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധനാണ്. ആ വിശുദ്ധരുടെ പ്രാർത്ഥനയാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന 24 മൂപ്പന്മാര് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നത്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പ്രാർത്ഥന എന്ന ധൂപകലശം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പൂർണ്ണമായ ആരാധനയെ നമുക്ക് കാണുന്നത്. വേറൊരു വാക്യത്തില് നമുക്കറിയാൻ പറ്റും, ഈ സങ്കീർത്തനത്തിലേക്ക് പോയിരിക്കുന്നത്. സങ്കീർത്തനം 141 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും ഞാൻ കൈകളെ മറത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്നൊരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ധൂപമായി തീരുന്നുവെന്ന്. ആ ധൂപമാണ് ഈ ധൂപകലശത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രമാണപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയൊക്കെയും സ്വർഗത്തിൽ സ്വർണ്ണ കലശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് ധൂപമായി കർത്താവിനെ വാഴ്ത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് വലിയൊരു സത്യമാണ്, വലിയൊരു ശ്രേഷ്ഠമേറിയ ഒരു മഹാഭാഗ്യത്തെയാണ്, ക്രിസ്തീയ ഭാഗ്യത്തെയാണ് നമുക്ക് കാണിക്കുന്നത്. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല. അത് അവിടെ ഹല്ലേലൂയ സ്വർണ്ണ കലശങ്ങളിൽ സൂക്ഷിക്കപ്പെടുക മാത്രമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ, അറുക്കപ്പെട്ട കുഞ്ഞാടാം ക്രിസ്തുയേശുവിന്റെ മുമ്പാകെ ആരാധനയായി ധൂപമായി അത് വെളിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ എങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാമോ? 24 മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധി വീണവനെ ആരാധിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഇതൊരു പാട്ടാണ്. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടാം ക്രിസ്തുയേശുവിനെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ഈ 4 ജീവികളും 24 മൂപ്പന്മാരും പാട്ട് പാടുക. എന്താണെന്നറിയാമോ? കുഞ്ഞാടേ, നീ മാത്രം യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും സകല ഭാഷയിൽ നിന്നും സകല ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിന് പുരോഹിതന്മാരായി, ദൈവത്തിന് രാജകീയ പുരോഹിതരായി നീ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠമേറിയ പ്രവൃത്തിയാ അല്ലേ? ഹല്ലേലൂയ! ദൈവസ്ഥാനത്ത് നിന്ന് വീണുപോയ മാനവരാശിയെ, മനുഷ്യരാശിയെ, പാപത്തിന്റെ കുഴിയിൽ അകപ്പെട്ടു പോയവരെ, പിശാചിന്റെ കൈകളിൽ അമർന്നു പോയവരെ, ഓരോ ദിവസവും മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആൾക്കാരെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നിടത്ത്
ഹല്ലേലൂയ. അവരെ മടക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ആ ദൈവത്തിന്റെ സ്നേഹവുമായി ദൈവത്തിന്റെ കരുണയുമായി സ്വർഗസിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് ഈ പാപഭംഗിലമായ ഭൂമിയിൽ പാപികളായ മനുഷ്യരുടെ മധ്യത്തിൽ പരിശുദ്ധിയോടെ ജീവിച്ച് ചിന്തകളിൽ പോലും പാപം ചെയ്യാതെ 33 വർഷക്കാലം ഈ ഭൂമിയിൽ നമുക്ക് തുല്യമായി മനുഷ്യനായി ജീവിച്ച് നമ്മുടെ റെപ്രസെന്റേറ്റീവായി നമ്മളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ ദൈവഹിതപ്രകാരം പരിപൂർണ യാഗമായി കളങ്കമില്ലാത്ത യാഗമായി ബ്ലെയിംലെസ് ആയി സ്പോട്ട്ലെസ് ആയ ഒരു സാക്രിഫൈസ് ആയിട്ട് നമുക്ക് വേണ്ടി കർത്താവ് തീർന്നു. നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിന്റെ പൂർണ്ണ മഹത്വവും ഈ മാനവരാശിയെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്നതിന്റെ പൂർണ്ണ മഹത്വവും 24 മൂപ്പന്മാരും 4 ജീവികളും അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവിന് കൊടുത്തുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ് അവനെ ആരാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മളും കർത്താവിനെ ആരാധിക്കേണ്ടത്. ഇങ്ങനെയായിരിക്കണം കർത്താവിനെ നമ്മളും സ്തുതിക്കേണ്ടത്. എന്റെ അസുഖം മാറ്റി എന്നും പറഞ്ഞല്ല, അതൊക്കെ നല്ലതാണ്. ഇപ്പൊ അങ്ങനെ സ്തുതിക്കുന്നത് കുഴപ്പമില്ല. എന്റെ പ്രശ്നങ്ങൾ മാറ്റി, കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥന കേട്ടിനെ പല വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇതൊക്കെ പറഞ്ഞു കർത്താവിനെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ അതല്ല സ്വർഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആരാധന. സ്വർഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആരാധന ഇതാണ്: ആർക്കും കനിവില്ലാതിരുന്ന എന്നെ, പാപത്തിൽ ജീവിച്ചിരുന്ന എന്നെ, പിശാചിന്റെ സമ്മർദ്ദങ്ങൾ കീഴ്പ്പെട്ട് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ, കണ്ണുകൾ അടഞ്ഞു പോയിരുന്ന എന്നെ, ആത്മീക അന്ധത ബാധിച്ചിരുന്ന എന്നെ, ശരിയും തെറ്റുമേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിൽ ഹല്ലേലൂയ കൺഫ്യൂസ്ഡ് ആയി ജീവിച്ചിരുന്ന എന്നെ, പാപത്തെ ഊറ്റി കുടിച്ച എന്നെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് എന്നെ വിടുവിച്ച പൊന്നു കർത്താവേ, എന്റെ ആരാധനകൾക്ക് അങ്ങ് യോഗ്യനാണ്, അങ്ങേ മാത്രം ഞാൻ ആരാധിക്കും എന്ന് പറഞ്ഞാണ് നാം നമ്മുടെ കിരീടങ്ങളെ നമുക്ക് ഈ ലോകം തന്ന സകല ക്രെഡൻഷ്യൽസിനെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് താഴ്ത്തിയിട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇത് പറഞ്ഞാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഇത് പറഞ്ഞാണ് സ്വർഗത്തിൽ ആരാധന നടക്കുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാധനയുടെ മറ്റൊരു ഭാഗം നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയും. അവിടെ വരുമ്പോൾ ഹാലിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇവിടെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്ന് അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ആരെ? പാപികളായിരുന്ന, ദോഷികളായിരുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന, സ്വന്തം താല്പര്യത്തിന് വേണ്ടി സെൽഫ് സെന്റേഡ് ആയിരുന്ന ലോക മനുഷ്യരെ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ പുരോഹിതന്മാരാക്കിയെന്ന്. ഹല്ലേലൂയ. രാജകീയ ഗണത്തിൽ അവരെയും ഉൾപ്പെടുത്തിയെന്ന് യേശു കർത്താവിന്റെ സാക്രിഫൈസിലൂടെ. അവിടെ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. നമുക്കറിയാം 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സുപരിചിതമായ വചനം നമ്മൾ വായിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? നാമോ അന്ധകാരത്തിൽ നിന്ന്, കർത്താവ് പറഞ്ഞ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പ. അവിടെ ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഒരു സെക്കൻഡ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. മനോഹരമായ വാക്യമാണ്, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. നിങ്ങളോ 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെ കുറിച്ചാ പറഞ്ഞത്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്നാണ് ഇവിടെ സ്വർഗത്തിൽ പാടുന്ന പാട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? അവരെ രാജ്യവും പുരോഹിതൻ, അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. എങ്ങനെയാണ് നമ്മൾ രാജാക്കന്മാരായത്? എങ്ങനെയാണ് ഈ റോയൽ ലൈനിലേക്ക് നമ്മൾ വന്നത്? അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചത് കൊണ്ട്, ക്രിസ്തുവിലൂടെ നമ്മൾ ജനിക്കപ്പെട്ടത് കൊണ്ട്, ആ ശ്രേഷ്ഠമേറിയ രാജകീയമായ ലൈനിൽ, ആ പാരമ്പര്യത്തിൽ നമ്മൾ എത്തുവാൻ തക്കവണ്ണം ഇവിടെയായി. വി ആർ ബോൺ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുയേശുവിൽ ജനിച്ചവരായതുകൊണ്ട് ആ ശ്രേഷ്ഠമേറിയ പാരമ്പര്യത്തിൽ, സ്വർഗീയ പാരമ്പര്യത്തിൽ നമ്മൾ അവകാശികളായി തീർന്നു. അങ്ങനെ നമ്മൾ റോയൽ ആയിട്ട് മാറി. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പ്രീസ്റ്റായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിനി ഭൂമിയിൽ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പുരോഹിതനായി നിൽക്കുന്നത് കർത്താവാണ്. നമുക്കറിയാം 1 തീമോത്തി 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിരിക്കുന്നവനും ഒരുവൻ മാത്രം, നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ക്രിസ്തുയേശു തന്നെയെന്ന് അവിടെ വാക്യം എഴുതിയിരിക്കുന്നു 1 തീമോത്തി 2:5. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിന്റെ പിന്നാലെ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠമേറിയ ആ വിളി നമ്മളിലേക്ക് അവിടുന്ന് പകർന്നു. ഇവിടെ നമ്മൾ വായിച്ചല്ലോ,
1 പത്രോസ് 2:9 വായിച്ചത് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുരോഹിതന്മാരാണെന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ്റെ ഗുണം ക്രിസ്തുവേശുവിൽ നമുക്ക് കഴിയും. ഈ ഭൂമിയിലുള്ള ഒരു പുരോഹിതന്മാരുടെയും അടുക്കൽ നമ്മൾ പോകേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മള് രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ വെച്ചു എന്നുള്ളത് നമുക്ക് വായിക്കുന്നു. 11-ാമത്തെ വാക്യത്തില്, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 എന്ന് പറഞ്ഞൊരു വലിയ നമ്പറാണ് അവിടെ. 10,000 എന്ന് പറഞ്ഞാൽ 10,000 into 10,000 1000 into 1000. അതൊരു ഒരു ഒരു ഫിഗർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു സിംബോളിക് വേയിൽ അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അവിടെ അതിന്റെ അർത്ഥം ഇത് മാത്രമാണ്. എണ്ണിയാൽ എണ്ണിത്തീർക്കുവാൻ കഴിയാത്തവണ്ണം ഉള്ള വലിയൊരു ദൂതഗണത്തെ ഞാൻ അവിടെ കണ്ടു എന്നാണ് യോഹന്നാൻ പറയുന്നത്, ദർശനത്തിൽ പറയുന്നത്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ് സ്വർഗം. ഹല്ലേലൂയ. ഒരു ദൂതന്റെ പവർ നമുക്കറിയാൻ പറ്റും, ദൈവവചനത്തിലൊക്കെ നമുക്ക് വായിക്കുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അങ്ങനത്തെ എണ്ണമില്ലാത്ത ന്യൂമറസ് ആയിട്ടുള്ളത് അൺലിമിറ്റഡ് നമ്പർ ഓഫ്, നമുക്കൊരിക്കലും എണ്ണിത്തീർക്കുവാൻ കഴിയാത്തവണ്ണം ഉള്ള ബാഹുല്യമാണ് ഉള്ള വലിയ ഒരു സംഖ്യ ദൂതന്മാരെ താൻ അവിടെ കണ്ടു എന്നാണ് യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നു. അവരുടെ ശബ്ദം കേട്ടു എന്ന്, അവരുടെ ആരാധന ശബ്ദം കേട്ടു, അവരുടെ മഹത്വം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദം കേട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ അവർ ആര്? ഈ ദൂതന്മാർ. നമ്മൾ ആദ്യം കേട്ടു 4 ജീവികളും 24 മൂപ്പന്മാരും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കേട്ടു. എന്നിട്ട് ഇപ്പൊ കാണുന്നത് 10,000 10,000 1000 ഉള്ള ദൂതഗണങ്ങൾ യേശു കർത്താവിനെ വാഴ്ത്തുന്നു. അവരെങ്ങനെയാ വാഴ്ത്തുന്നത്? അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഓർത്തു നോക്കിയേ, 4 ജീവികളും 24 മൂപ്പന്മാരും ആരാധിക്കുന്നു. അവരോട് ചേർന്ന് അസംഖ്യ ഗണദൂതന്മാർ സ്വർഗം മുഴുവനും ക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്ര ശോചനീയമാണ്! സ്വർഗം മുഴുവനും ആരാധിക്കുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിലുള്ളവർക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. വെറും ക്ഷണികന്മാരായിരിക്കുന്ന, ശ്വാസത്തിന്റെ പോലും വിലയില്ലാത്ത, വെറും കൃമികൾക്ക് തുല്യരായിരിക്കുന്ന മനുഷ്യർക്ക് സർവശക്തനായ ക്രിസ്തുവിനെ കാണുവാനോ അറിയുവാനോ ഗ്രഹിക്കുവാനോ ആരാധിക്കുവാനോ കഴിയുന്നില്ല. ഈ വചനത്തിൽ പറയുന്നു, പ്രഗത്ഭരായിരിക്കുന്ന, ഹല്ലേലൂയ, അത്യുന്നത ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൂതന്മാര് കർത്താവിന്റെ മുമ്പിൽ വീണ് കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് അവനെ ആരാധിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും ഇതിന് കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് കൃപയ്ക്കായി യാചിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്ന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവ മക്കളാക്കി തീർത്ത് രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമുക്കും പാടാൻ പറ്റും. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഈ സകല പ്രപഞ്ചവും കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ സകല പ്രപഞ്ചവും കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ സകല പ്രപഞ്ചവും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ തേജസ്സിന്റെ മുമ്പാകെ സകല പ്രപഞ്ചവും വീണുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ മുഴങ്കാലും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുമെന്ന്. അതിവിടെ നമ്മൾ കാണുകയാണ്. ഈ സകല പ്രപഞ്ചവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണുകൊണ്ട് സകല സൃഷ്ടികളും അവയിലുള്ളതൊക്കെയും, അത് സമുദ്രത്തിലായിക്കൊള്ളട്ടെ, സ്വർഗത്തിലുള്ളതായിക്കൊള്ളട്ടെ, ഭൂമിയിലുള്ളതായിക്കൊള്ളട്ടെ, ഭൂമിക്ക് കീഴിലുള്ളതായിക്കൊള്ളട്ടെ, the whole universe bowing down in subjection and surrendering and submitting before the Lord. Hallelujah. 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്വർഗത്തിൽ കാണുന്ന കാഴ്ചയാണിത്. 4 ജീവികളും കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ് ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൂതന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മളിവിടെ വായിച്ചു കേട്ടിരിക്കുന്ന ആരാധന കേട്ടുകൊണ്ട് ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ, സോ ഇറ്റ് ബി സോ. ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് അല്പം പോലും മാറ്റമില്ല. ഇവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വീഴുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഈ വചനമൊക്കെ ധ്യാനിക്കുമ്പോൾ, ഈ വചനമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ മഹത്വം ഗ്രഹിക്കുന്നവരായിട്ട് നമുക്ക് തീരണം. ഈ വചനം പഠിക്കുമ്പോൾ മാത്രമാണ്, ഈ വചനം കേൾക്കുമ്പോൾ മാത്രമാണ്, അതിനെ ധ്യാനിക്കുമ്പോൾ മാത്രമാണ് കർത്താവിന് കൊടുക്കുന്ന മഹത്വം, കൊടുക്കേണ്ട മഹത്വം ഞാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അധികം താഴുവാനും, കർത്താവിൽ നിന്ന് അധികം കൃപ പ്രാപിക്കുവാനും, ദൈവവചനത്തിലൂടെ ദൈവമഹത്വം കണ്ട് അവനെ മുന്നോട്ടുള്ള നാളുകളിൽ ആരാധിപ്പാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ വചനത്തിന്റെ മുമ്പാകെ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തല്ലോ. അങ്ങയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ, ലോകത്തിലെ ജ്ഞാനികൾക്ക് മറച്ചു വെച്ച് ബലഹീനരായ ഞങ്ങൾക്ക്, അങ്ങയുടെ സന്നിധിയിൽ വെറും ശിശുക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ശ്രേഷ്ഠമേറിയ ഈ മർമ്മങ്ങളെ അങ്ങയുടെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുവാൻ അങ്ങയ്ക്ക് മനസ്സായതിനായിട്ട് സ്തോത്രം. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടുന്ന് എത്ര വലിയവനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്തുതികളോ ഞങ്ങളുടെ സ്തോത്രങ്ങളോ തിരുസന്നിധിയിൽ ഞങ്ങൾ ആരാധനയായി കഴിക്കുന്നതോ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങളോ കർത്താവേ, ഞങ്ങളുടെ മഹത്വത്തിന്റെ മുമ്പിൽ ഒരംശം പോലും ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളെ തന്നെ വീണ്ടും തിരുസന്നിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ യാഗമായി, ഞങ്ങളുടെ ജീവിതം തന്നെ തിരുസന്നിധിയിൽ ആരാധനയായി സമർപ്പിപ്പാൻ കർത്താവെ കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കുനിഞ്ഞ ശിരസ്സുമായി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുതേ കർത്താവെ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം അങ്ങയെ പ്രസാദിപ്പിക്കുന്നത് ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതം ജീവിച്ചു തീർപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായിട്ട് അടിയൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയത്തിലെ തിരഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങളെ അറിഞ്ഞ് കർത്താവെ അതിന് മറുപടി കൊടുക്കണമേ. ആ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി കൊടുത്ത് പ്രതിഫലം കൊടുത്ത് അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവവചനം ആർക്കും മറയ്ക്കപ്പെടുവാനിടയാകാതെ വണ്ണം ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും നിങ്ങളുടെ വചനത്തെ ഗ്രഹിപ്പാനും അറിയുവാനും തക്കവണ്ണം കർത്താവ് വഴികളെ തുറക്കണമേ. അതിന് തടസ്സം നിൽക്കുന്ന ശത്രുവിനെ അവിടുന്ന് ശാസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എരിവ് തന്നാട്ട്, തീഷ്ണത തന്നാട്ട് അങ്ങയെ സേവിപ്പാനുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചാട്ട് നന്ദിയുണ്ട്. സ്തോത്രം. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും ഇന്ന് പകൽക്കാലം അഭിഷേകം ചെയ്തതിനായിട്ട് സ്തോത്രം. സകല കുറവുകളോടും കൂടെ തിരുസന്നിധിയിലേക്ക് അടിയനെയും താഴ്ത്തി തരുന്നു. നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പിന്നെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന പശ്ചാ സ്തോത്രം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.